മലയാളത്തിനൊപ്പം മലയാളി കൂടെ കൂട്ടുന്ന 3 അക്ഷരമാണ് മമ്മൂട്ടി. പതിറ്റാണ്ടുകൾ കൊണ്ട് മലയാള സിനിമയ്ക്കപ്പുറം സംസ്കാരത്തിന്റെ പര്യായമായി പരിണമിച്ച ദേഹി. 400-ൽ പരം കഥകളിലെ അതിനുമപ്പുറം കഥാപാത്രങ്ങളെ ആവാഹിച്ചിരുത്തിയ സിനിമയിൽ വേരാഴ്ത്തി പടർന്നു പൊന്തിയ നടൻ. വി ആർ നോട്ട് ആക്ടിങ് ഇൻ ലൈഫ്. ജീവിതത്തിൽ അഭിനയമില്ലല്ലോ എന്ന് ആ മനുഷ്യൻ നമ്മളോട് ചോദിക്കുമ്പോൾ ജീവിച്ചു തീർത്ത കഥാപാത്രങ്ങൾ ഓരോരുത്തരായി മനസ്സിനെ മുട്ടിയുണർത്തി കടന്നുപോകും. പ്രതിച്ഛായയുടെ ഭാരങ്ങളില്ലാതെ മലയാള സിനിമയുടെ മഹാനടൻ തന്റെ അഭിനയ ദാഹം തീർക്കാൻ തിരഞ്ഞെടുത്ത സിനിമകൾ കടല് കടന്ന് ഇന്ന് സർവകലാശാലകളിലെ പാഠപുസ്തകമാവുകയാണ്. അതിലേക്ക് വീണ്ടും വീണ്ടും അധ്യായങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് 74-ാം വയസ്സിലും മമ്മൂക്ക, മലയാള സിനിമയുടെ കുലപതി. വരാനിരിക്കുന്ന അവതാരം ഒരു കൊടൂര വില്ലന്റേതാണ്. വില്ലനിസത്തിലും മമ്മൂട്ടിയോളം വരുമോ മറ്റാരും? ഞാനിപ്പോൾ സംസാരിക്കുന്നത് നായകനോടോ വില്ലനോടോ എന്ന ചോദ്യത്തിന് പതിവ് തെറ്റിക്കാതെ സ്റ്റൈലായി മമ്മൂട്ടി ചുരുങ്ങിയ വാക്കിൽ നൽകുന്ന മറുപടിയുണ്ട്. നോട്ട് ബോത്ത്, യു ആർ ടോക്കിംഗ് ടു ആൻ ആക്ടർ. അവിടെ മമ്മൂട്ടി പറഞ്ഞു പതിഞ്ഞ മറ്റൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. താരമാകണോ നടനാകണോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടം ഒരു ആക്ടർ ആകുന്നതാണ്. ബാക്കിയെല്ലാം പിന്നീട് വന്നു ചേർന്നതാണ്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. കാര്യം എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, പക്ഷെ ആക്ടർ ആകുന്നതാണ് എപ്പോഴും എന്റെ പ്രിഫറൻസ്. പുട്ടുറുമിസോ വാറുണ്ണിയോ ഒക്കെയും അങ്ങനെ ഒരു ആക്ടറുടെ ആഗ്രഹങ്ങളാ. ആ വാക്കുകളിൽ തെളിയുന്ന ദാഹത്തിന്റെ പേരാണ് മമ്മൂട്ടി. ആ ദാഹ ശമനമാണ് മലയാള സിനിമയുടെ സിഗ്നേച്ചറായി മാറുന്ന കഥകളും കഥാപാത്രങ്ങളും. അതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡൈക്കോട്ടമി ഇല്ല. ഇനി നെഗറ്റീവ് ഷെയ്ഡ് ആണെങ്കിലും പ്രശ്നമില്ല. നായകനെ മാറ്റി സൈഡിലോട്ട് നിർത്തും ആ വില്ലൻ. അത് ഹീറോയിസത്തിലൂടെയല്ല, വില്ലനിസത്തിലൂടെ തന്നെ. അയാളുടെ ചെകുത്താനെ തെറ്റെന്ന് തെളിയിച്ചു തന്നെ. മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലെ CK രാഘവൻ തന്നെ നോക്കൂ. ആളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു പഹയൻ. നമ്മൾ സ്വാതന്ത്ര്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ് കാര്യം. നിങ്ങൾ കാണുന്ന സ്വാതന്ത്ര്യമായിരിക്കില്ല എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന തടവുകാരന് മനുഷ്യാവകാശമേ ഉള്ളൂ, പൗരാവകാശം ഇല്ല എന്ന് വ്യാഖ്യാനിക്കുന്ന രാഘവൻ. അയാൾ ഒരു നിരപരാധിയാണെന്ന് ഏറ്റവും ഒടുക്കം വരെയും പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യും. പക്ഷേ അവസാനത്തെ ഒരൊറ്റ സീൻ കൊണ്ട് മമ്മൂക്ക അതുവരെ കെട്ടിപ്പൊക്കി ഇമേജിനെ തന്നെ മുഴുവൻ തകർത്ത് താഴെയിടും. രാഘവനോളം ഹോണ്ടിങ് ആയി അടുത്ത കാലത്തെങ്ങും മറ്റൊരു വേഷം വന്നിട്ടില്ല. പക്ഷെ അപ്പോഴും ഭാസ്കര പട്ടേലരുടെ തട്ട് താണു കിടന്നു. ഒറ്റക്കുഴൽ തോക്കിന്റെ നീളത്തോളം പട്ടേലരുടെ ശൗര്യം അഹന്തയോടെ നിൽക്കും. അയാളുടെ വായിൽ അരഞ്ഞമർന്ന് നിറം മാറിയ വെറ്റില പോലെ അക്രമം സഹിച്ച് തൊമ്മയടക്കം ആ ദേശത്തെ കുടിയാന്മാരും സ്ത്രീകളും വിധേയരായി തീർന്നു. മമ്മൂട്ടി എന്ന നടന്റെ നായകച്ചുവ ലെവലേശം തീണ്ടു തൊടാതെ പോയ കഥാപാത്രമായി മാറി ഭാസ്കര പട്ടേലർ. കന്നഡ കലർന്ന ശൈലിയും കൂർത്ത പുരികങ്ങളും വെട്ടിയൊതുക്കിയ തലമുടിയും അതിന് ഇന്ധനമായി. ജാതിവറയുടെ ഭീകരത കാട്ടിത്തന്ന വിധേയൻ ഒരു കാലഘട്ടത്തിന്റെ സാക്ഷ്യപത്രം കൂടെയാണത്. കാലം മാറി, നാട് മാറി, എന്നിട്ടും പട്ടേലന്മാർ പലത് ആവർത്തിച്ചെന്ന് കാട്ടിത്തന്നതും മമ്മൂട്ടിയുടെ മറ്റൊരു കഥാപാത്രം തന്നെ, പുഴുവിലെ കുട്ടൻ. ഏക സഹോദരി കീഴ്ജാതിക്കാരനൊപ്പം ജീവിക്കുന്നതിലെ അപഹാസ്യതയിൽ നീറി ജീവിക്കുന്ന കുട്ടൻ ജാതീയതയുടെ മോഡേൺ പരിവേഷമാണ്. അച്ഛൻ അത്രയ്ക്ക് മോശം മനുഷ്യനാണോ എന്ന് മകനോട് ചോദിക്കുന്നിടത്ത് അയാൾ സ്വയം ഉരുകിത്തീരുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു മാനിപ്പുലേഷൻ ആണെന്ന് കണ്ടിരിക്കുമ്പോൾ തെളിയും. അയാളുടെ വേദന മറുപുറത്തെ പ്രിവിലേജുകളില്ലാത്ത മനുഷ്യരോളം എത്തില്ലെന്ന് കഥ അന്ത്യത്തിൽ പറഞ്ഞു വെക്കും. അതിന് മമ്മൂട്ടിയോളം ഗാംഭീര്യമുള്ള ടൂൾ മറ്റൊന്നില്ല. പാലേരി മാണിക്യത്തിലും കുട്ടിസ്രാങ്കിലും അയാൾ കാലത്തോടും കഥാപരിസരത്തോടും ചേർന്നു നിന്ന ക്രൂരനായി. തലയിലെ കെട്ടും ചുണ്ടിലെ ചുരുട്ടും മടക്കി കുത്തിയ കള്ളിമുണ്ടും കൊടുത്ത് പാടവരമ്പിൽ നിവർന്നു നിൽക്കുന്ന മുരിക്കുന്നത്ത് അഹമ്മദ് ഹാജി കാഴ്ചയിൽ തന്നെ അയാളുടെ വില്ലത്തരം പറഞ്ഞു വെച്ചു. പറമ്പിലെ തേങ്ങ മോഷ്ടിച്ചതിന് കാളയ്ക്ക് പകരം പണിക്കാരന്റെ തോളിൽ നുകം വെച്ച് കെട്ടുന്ന ഹാജിയിൽ മമ്മൂട്ടി എളുപ്പം അപ്രത്യക്ഷനായി. കഥാപാത്രങ്ങളിൽ നടൻ ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടവിടെ. വേഷമിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് മറ്റൊരാളാണെന്ന് തോന്നണമെന്നാണ് മമ്മൂട്ടി വാക്യം. വർഷം എത്ര കഴിഞ്ഞു? മലയാള സിനിമയിൽ മമ്മൂട്ടി ചെയ്തു തീർത്ത വേഷങ്ങൾക്ക് എണ്ണമില്ല. അപ്പോഴും ചെയ്യാത്തത് ചെയ്യുക എന്നതിലാണ് ആ നടന്റെ ത്രില്ല്. റോഷാക്കിലെ ലൂക്കും സാക്ഷാൽ കൊടുമൺ പോറ്റിയും അത്തരം തേടി കണ്ടെത്തലുകളാണ്. നെഗറ്റീവ് ഷെയ്ഡുകളിലും നായകത്വമുള്ള വേഷങ്ങൾ. മരണവീട്ടിൽ കറുത്ത കോട്ടും സൂട്ടും ഇട്ട് സ്റ്റൈലായി തന്റെ പരാക്രമയുടെ വരവും കത്ത് മുറ്റത്തെ കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്ന ആ ലൂക്ക് വേഷത്തിൽ മാത്രമല്ല പൂർണ്ണാർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് പുതുമയായിരുന്നു. ചെത്തി തേച്ചിട്ടില്ലാത്ത വീടിന്റെ പരുക്കൻ ചുമരുകൾക്കിടയിൽ ആത്മാവുമായി മല്ലിടുന്ന നായകനിൽ അയാളുടെ നിസ്സഹായതയിൽ നിന്ന് ഉടലെടുത്ത ഒരു വില്ലത്തരമുണ്ട്. കൊടുമൺ പോറ്റിയുടെ ആക്രോശത്തെക്കാൾ പവർഫുള്ളായ നിശബ്ദതയുണ്ട്. വടക്കൻ പാട്ടിന്റെ പാടിത്തെളിഞ്ഞ താളത്തെ തിരുത്തി ഒരു ചതിയൻ ചന്തുവിനെ നായകനാക്കാനും ചതിയുടെ മാന്ത്രിക ചെപ്പഴിച്ച് ആളെ കുരുക്കുന്ന ചാത്തന്റെ കയ്യിലെ കളിപ്പാട്ടമാകാനും നിഷ്പ്രയാസം സാധിക്കുന്ന മമ്മൂട്ടി ലോക സിനിമയ്ക്ക് തന്നെ ഒരു അത്ഭുതമാണ്. നാളുകൾ കവർന്നെടുത്ത അസുഖത്തെ കീഴടക്കി ആ വില്ലൻ എത്തുന്നത് 21 നായികമാർക്ക് മറുപുറത്താണ്. ഏറ്റവും സുഖം മനുഷ്യനെ കൊല്ലുന്നതിലാണെന്ന മുഖത്തെ ചിരികൾക്കിടയിലൂടെ ചെറുതായി നാക്കൊന്ന് കടിച്ചുവിട്ട് പറഞ്ഞു വെക്കുന്ന കഥാപാത്രം ഒരു ദാരികന്റെ ഓട്ടപ്പാച്ചിലുകളിലേക്കും ഒളിച്ചുകളികളിലേക്കും കളങ്കാവൽ പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്.
ആ രാക്ഷസ നടികരുടെ പുത്തൻ പകർന്നാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ.